നമസ്കാരം മക്കളെ, സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. RRB ഗ്രൂപ്പ് ഡിയുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് വലിയൊരു പ്രതിസന്ധി നിൽക്കുന്നുണ്ട്. അതായത് RRB ഗ്രൂപ്പ് ഡിയുടെ ആപ്ലിക്കേഷൻ സമർപ്പിക്കുമ്പോൾ പലർക്കും കൃത്യമായിട്ട് എല്ലാ പ്രൊസീജിയറും കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. പലർക്കും OTP വെരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതായത് ആധാർ OTP ഫോണിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റു ചില സ്ഥലങ്ങളിൽ, അതായത് അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മറ്റു ചില സ്ഥലങ്ങളിലും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ പ്രശ്നങ്ങൾ കുറേ ദിവസങ്ങളായിട്ട് കുട്ടികൾ ഇങ്ങനെ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ RRB നമ്മുടെ മെയിലൊക്കെ അയച്ചതിന്റെയൊക്കെ ഭാഗമായിട്ട് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു വെബ്സൈറ്റ് ഇഷ്യൂ ആണ്. അതായത് സെർവർ ഡൗൺ ആകുന്നതുമായി ബന്ധപ്പെട്ട സെർവർ ഇഷ്യൂ ആണ്. അപ്പം ഈ ഒരു സെർവർ ഇഷ്യൂ ആണെങ്കിൽ പോലും ഇത് കുറെ അധികം ഉദ്യോഗാർത്ഥികളെ ആശങ്കയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. ഇത്തരമൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. നമുക്കറിയാം, ഇത്രയും വലിയ ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനുള്ള സന്നാഹങ്ങൾ ഉണ്ടാകണം. ഗ്രൂപ്പ് ഡി പോലെയുള്ള ഒരു എക്സാം ആണ്. ഒരുപാട് ആളുകൾ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാൻ പോകുന്ന ഒരു എക്സാമിനേഷൻ ആണ്. അപ്പൊ അതനുസരിച്ചുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ നിലവിൽ ഉള്ള സാഹചര്യം അനുസരിച്ച് 22-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് തന്നിട്ടുള്ളത്. അതായത് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഫെബ്രുവരി മാസം 22-ാം തീയതിയാണ്. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇന്ന് 14-ാം തീയതിയാണ്. അതായത് 14-ാം തീയതി മുതൽ ഇനി വരാനിരിക്കുന്ന 22-ാം തീയതി വരെ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. കൃത്യമായിട്ട് പറയുകയാണ് എങ്കിൽ നമ്മുടെ മുൻപിൽ ഇനിയും ഒരു 7 ദിവസം കൂടി മാത്രമേ എന്ത് ചെയ്യാനുള്ളൂ, അപ്ലൈ ചെയ്യാനായിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു സമയത്ത് കുറെ അധികം കുട്ടികൾ ഇപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഇനി കുറെ കുട്ടികൾ അവസാന നിമിഷം അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്, അല്ലെ? സാധാരണഗതിയിൽ അങ്ങനെയാണല്ലോ. കുറെ അധികം കുട്ടികളും അവസാനമായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം വലിയ ലോഡ് ഇനിയും മുന്നോട്ട് വരുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതനുസരിച്ച് വീണ്ടും ഈ ഒരു സെർവർ ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മക്കളുടെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. എക്സാമിന് അപ്ലൈ ചെയ്യാൻ കഴിയാതെ പോയ ആളുകൾ, അതായത് ആദ്യമൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല, ഒരുപാട് ആളുകൾ അപ്ലൈ ചെയ്തു പോയി. പലർക്കും രാത്രി സമയങ്ങളിൽ, ഒരു ലേറ്റ് നൈറ്റ് ആയിട്ടുള്ള സമയങ്ങളിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം 2 ഓപ്ഷനുകളാണ്. അതായത് സെർവർ ഒന്നെങ്കിൽ നേരെയാക്കി ഇനിയുള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ടുള്ള പ്രൊസീജിയറുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള സാഹചര്യം ഒരുങ്ങണം. അല്ല എങ്കിൽ പിന്നെ നമുക്ക് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുക എന്നുള്ളതാണ്. അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് കുറച്ചുകൂടി കൂട്ടി കിട്ടുക എന്നുള്ളതാണ്. കാരണം ഇനിയും ഒരു 6 ദിവസം കൂടി അല്ലെങ്കിൽ 7 ദിവസം കൂടി മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. ഒരാഴ്ച സമയം കൂടി മാത്രമേ ഉള്ളൂ. കുറെ അധികം ആളുകൾ ഇപ്പോഴും അപ്ലൈ ചെയ്തിട്ടില്ല, അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. നിരന്തരമായിട്ടുള്ള മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, RRB വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ, RRBയുടെ വെബ്സൈറ്റ്, ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ RRB എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ടും RRBയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കോമൺ പോർട്ടൽ ഉണ്ടാകും. അല്ലെങ്കിൽ RRB ചെന്നൈയുടെയോ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് കാണും. അപ്പൊ ആ ഒരു വെബ്സൈറ്റിൽ എന്ത് ചെയ്യുക, കയറുക. ഇപ്പൊ RRBയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇതുപോലെ ഒരു ഇന്റർഫേസ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോവുക, ലഭിക്കാനായിട്ട് പോകുന്നത്. അതായത് ഈ ഒരു ഇന്റർഫേസ് ആണ് ലഭിക്കാനായിട്ട് പോകുന്നത്. അതായത് മുകളിൽ അപ്ലൈ ബട്ടൺ ഒക്കെ ഉള്ളത്. നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുക. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോസിന്റെ എല്ലാം കൂടി, അതായത് RRBയുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ ആ യൂട്യൂബ് ചാനലിലെ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളും, ഓരോ പ്രൊസീജിയറുകളും വ്യക്തമായിട്ട്, അതിന്റെ സർട്ടിഫിക്കറ്റുകളെ കുറിച്ചിട്ടായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അല്ല എങ്കിൽ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിലേക്ക് പോയാൽ ടെലഗ്രാം ചാനലിൽ ഒരു PDF ഈ ലിങ്കുകളെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒരു PDF ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അവിടെയും കാണാം. അതിനാൽ സൂപ്പർ നോട്ട്സ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിലേക്ക് വരിക. ഓക്കെയാണ്. നോക്കിക്കടാ, ഇവിടെ ഇങ്ങനെ ഒരു സൈറ്റിന്റെ താഴെയായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട്, അതായത് ഈ ഒരു താഴെ ഭാഗത്തായിട്ട് ഒരു ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്നൊരു സജ്ജീകരണം കാണാനായിട്ട് കഴിയും. അതായത് ഇതാണ് ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് കണ്ടോ, ഹെൽപ്പ് ഡെസ്ക് ഫോർ കാൻഡിഡേറ്റ്സ് എന്ന് കിടപ്പുണ്ട്. ഫോർ ക്വറീസ് റിലേറ്റഡ് ടു ടെക്നിക്കൽ ഇഷ്യൂസ് ഓഫ് ദ പോർട്ടൽ. അതായത് ടെക്നിക്കൽ ഇഷ്യൂ സംബന്ധിച്ച, പോർട്ടലുമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ട് എങ്കിൽ, അതായത് ആപ്ലിക്കേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട് എങ്കിൽ, സെർവർ ഡൗൺ പോലെയുള്ള ഇഷ്യൂസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇവിടെ ഒരു കോൾ ചെയ്യാനുള്ള 2 നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറുകളിൽ കോൾ ചെയ്യാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ രാവിലെ 10 മണി മുതൽ 5 മണി വരെ മാത്രമാണ് ഓഫീസ് ടൈം. ആ ഒരു സമയത്ത് മാത്രമേ കോൾ ചെയ്യാനോ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അല്ല എങ്കിൽ ഇവിടെ ഒരു മെയിൽ അയക്കാൻ പറ്റും, rrb.help@csc.gov.in. എന്താണ് ഇവിടെ കൃത്യമായിട്ട് അത് എഴുതി കാണിക്കാം. rrb.help
CSC.gov.in ഈ ഒരു മെയിൽ ID നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാനായിട്ട് കഴിയും, മെയിൽ ചെയ്യാനായിട്ട് കഴിയും. അപ്പം ഹെൽപ്പ് നിങ്ങൾക്ക് അവിടെ നിന്ന് എന്ത് കിട്ടും, ലഭിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഈ നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അത്തരത്തിൽ കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടണം, അല്ലെങ്കിൽ ഈ ഒരു ക്വറി പെട്ടെന്ന് തന്നെ പരിഹരിക്കണം എന്നുള്ള തരത്തിൽ നിരന്തരമായിട്ട് മെയിൽ അയച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും, കുറേ അധികം കുട്ടികൾ ഇങ്ങനെ സംഭവിച്ച് മെയിൽ അയച്ച് കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം, അതിനൊരു പരിഹാരം റെയിൽവേയുടെ ഭാഗത്ത് നിന്നുണ്ടാവും. നമുക്കിപ്പോൾ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തരിക, ഒന്നെങ്കിൽ അത് ചെയ്തു തരിക എന്നുള്ളതാണ്, കുറച്ചുകൂടി ആ ട്രാഫിക് ഒന്ന് നോർമലൈസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ചെയ്തു തരിക എന്നുള്ളതാണ്. അല്ല എങ്കിൽ ഈ സെർവർ ഇഷ്യൂ വളരെ വേഗത്തിൽ തന്നെ ക്ലിയർ ചെയ്യുക. കുറേ സമയം മുന്നോട്ട് പോയി അവസാന നിമിഷം ആകുമ്പോഴത്തേക്ക് അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ കുറേ കുട്ടികളുടെ ലക്ഷ്യമായിരിക്കും നഷ്ടപ്പെടുക. അവരൊക്കെ ഓൾറെഡി പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ പഠിച്ചു തുടങ്ങിയ കുട്ടികളുടെ അവസരമായിരിക്കും നഷ്ടപ്പെടുക. ഉറപ്പായിട്ടും ആ അവസരം അവർക്ക് ലഭിക്കുക തന്നെ വേണം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ എല്ലാ കുട്ടികളും എന്ത് ചെയ്യണം, ഇതേപോലെ തന്നെ അവർക്ക് കൃത്യമായിട്ട് മെയിൽ അയച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു മെയിൽ അയക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും, ആ ഒരു പ്രശ്നം റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് അവർ റെക്ടിഫൈ ചെയ്യും. ഇനി നിങ്ങൾക്ക് ചെന്നൈയുടെ വെബ്സൈറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെയും ഒരു എൻക്വയറി നമ്പർ ഉണ്ട്. ആ എൻക്വയറി നമ്പറിൽ ബന്ധപ്പെടാം. അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കോൺടാക്ട് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടാവും. ഈ കോൺടാക്ട് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് കയറി കഴിയുമ്പോൾ കൃത്യമായിട്ട് ഇവിടെയും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മെയിൽ ID കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇവിടെ നമ്പർ തന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ RRB chennai@gmail.com എന്ന് പറയുന്ന ഒരു മെയിൽ ID തന്നിട്ടുണ്ട്. എന്താണ് RRB chennai@gmail.com ഈ ഒരു മെയിൽ ID മെയിൽ അയച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും, അതിന് മറുപടി കൃത്യമായിട്ട് കിട്ടും. ഇവിടെ അഡ്രസ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് ലെറ്ററുകൾ അയക്കുകയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ കഴിയും, ഇതിനൊരു റെക്ടിഫിക്കേഷൻ വളരെ വേഗത്തിൽ കിട്ടും. തീർച്ചയായിട്ടും ഒരു ഡേറ്റ് എക്സ്റ്റൻഷൻ ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് RRB ഒരു തീരുമാനം എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പം നമുക്ക് ചെയ്യാനുള്ളത് ഈ മെയിൽ അയക്കുക എന്നുള്ള കാര്യമാണ്. അത് എത്രയും വേഗം തന്നെ നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ട് അത്രയും നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞിട്ട് അത് ചെയ്യിക്കുക. ഈ വീഡിയോ നിങ്ങൾ അവരിലേക്ക് കൂടി എത്തിക്കുക. അത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് അത് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. പക്ഷേങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. അപ്ലൈ ചെയ്തിട്ടുള്ളവർ ഓൾറെഡി അവരുടെ പഠനം ആരംഭിച്ചിട്ടുണ്ട്. അപ്പം പഠനത്തിൽ നിന്നും മാറി നിൽക്കേണ്ട. ഇനിയുള്ള സമയങ്ങളിൽ കൃത്യമായിട്ട് പഠിക്കുക. സെർവർ ഇഷ്യൂ പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാവർക്കും അപ്ലൈ ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുക്കി കിട്ടും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം നന്നായിട്ട് തന്നെ പഠിക്കുക. നമ്മുടെ ബാച്ച് അവൈലബിൾ ആണ്. RRB ഗ്രൂപ്പ് Dയുടെ ബാച്ച് അവൈലബിൾ ആണ്. അതായത് 3ാമത്തെ ബാച്ച് അവൈലബിൾ ആണ്. അപ്പോൾ ബാച്ചിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് കഴിയും. 8281223366 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്താണ് ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ പറഞ്ഞു തരും. അതായത് ഇംഗ്ലീഷിലും മലയാളത്തിലും ക്ലാസ്സുകളും നോട്ടുകളും എക്സാമുകളും എല്ലാം കിട്ടുന്ന ഒരു അടിപൊളി ബാച്ചാണ് RRB ഗ്രൂപ്പ് Dയുടെ ബാച്ച്. ഏതാണ്ട് 300+ അവേഴ്സിൻ്റെ റെക്കോർഡഡ് ലൈവ് സെഷനുകൾ കാണും. ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനുകൾ കാണും. അങ്ങനെ എല്ലാമായിട്ട് അമൽ സാർ നേതൃത്വത്തിലുള്ള മോട്ടിവേഷനുകൾ കാണും. അങ്ങനെ എല്ലാമായിട്ടുള്ള ഒരു അടിപൊളി ബാച്ചാണ്. അപ്പോൾ ബാച്ചിലേക്ക് വരാനായിട്ട് താല്പര്യമുള്ള ആളുകൾ ഈ ഒരു നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ അല്ലടാ? അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ മെയിൽ കൃത്യമായിട്ട് അവരിലേക്ക് എത്തിക്കാനായിട്ട് കൂടി ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ അതിനൊരു പരിഹാരം നമുക്ക് കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ അല്ലടാ? അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം. അതുവരേക്കും താങ്ക് യു.